അവിടെയാണല്ലേ? ഹരി, പുതിയ അക്കൗണ്ടുകാർക്കെല്ലാം സാറേ അതെല്ലാം അയച്ചിട്ടുണ്ട്. ഒരു 2 പേരുടെ പെൻഡിങ് ഉണ്ട്. അല്ല, എല്ലാ പേപ്പറും കിട്ടിട്ട് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ സാറേ. എന്റെ കെട്ടിയവൻ മരിച്ചു. അതിന്റെ പൈസ മേടിക്കാൻ വന്നു. കെട്ടിയന്മാര് മരിക്കുന്നവർക്കെല്ലാം ബാങ്ക് പൈസ കൊടുക്കാൻ നിന്നാ പിന്നെ ബാങ്ക് പിടിച്ചു പോകും കേട്ടോ. അല്ല, അങ്ങനെയല്ല. പിന്നെ ചേട്ടന് ഇവിടെ അക്കൗണ്ട് ഉണ്ടായിരുന്നു, ATM കാർഡൊക്കെ ഉണ്ട്. അല്ല, ഈ മരണം എങ്ങനെ മരിച്ചേ? പ്ലാവിന്ന് വീണു. അയ്യോ, വീഴാൻ കാരണം? അതെ, മുറ്റത്തൊരു ഭരിക്കപ്ലാവ് ഉണ്ട്. അതുമ്മ ചക്ക 3-4 എണ്ണം ഉണ്ടായിട്ട് പഴുത്ത് നിൽക്കുകയായിരുന്നു. തേൻ വരിക്കാണ്? തേൻ വരിക്ക. അയ്യോ, തേൻ വരിക്ക എത്ര നാളായി കിട്ടിട്ട് അറിയാം. ചക്ക നല്ലതാണ്, പ്രത്യേകിച്ച് ഷുഗറുകാർക്ക് കേട്ടാ. ഹരി, മുടി വളരാനൊക്കെ ചക്ക നല്ലതാണ്. വേണ്ട, ഈ ചക്ക പുഴുക്കുണ്ടല്ലോ, ചക്ക പുഴുകിയത്, ചക്ക പായത്, അതൊക്കെ വെച്ചാട്ടല്ലോ എന്ത് ടേസ്റ്റ്. ഒരു ചക്ക കൊണ്ടുവരുമോ? ചക്ക ഞാൻ പറയട്ടെ. ചക്ക ഇല്ലാന്ന് പറയാനാണെങ്കിൽ വേണ്ട, ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി. ചക്ക അങ്ങനെ ചക്ക. അപ്പൊ ഈ ചക്ക പഴുത്ത് കിടക്കുമ്പോഴേ അണ്ണാൻ വന്ന് കൊത്തി. ആ അണ്ണാനെ ഓടിക്കാൻ വേണ്ടി എന്റെ ചേട്ടൻ പ്ലാവിൽ കയറിയതാണ്. ചേട്ടൻ പ്ലാവിലെത്തിയപ്പോഴേക്കും അണ്ണാന്റെ പാട്ടിന് പോയി. പുള്ളി ചവിട്ടിയ കൊമ്പ് ഒടിഞ്ഞിട്ട് കുഞ്ചിയും കുത്തി വീണ് പെടലും ഒടിഞ്ഞാ ചത്തത്. എന്തൊരു ദുഷ്ടനാണ് നിങ്ങളെ ഭർത്താവ്. ഒരു മിണ്ടാപ്രാണി, അതിന് വിശന്നപ്പോൾ അത് 2 ചക്ക തിന്നാൻ കയറിയപ്പോൾ അതിന് പോലും സമ്മതിക്കില്ല. ഇത് അണ്ണാശാപമാണ് കേട്ടോ, അണ്ണാശാപം. അങ്ങനെ വീണതാണത്, അല്ലാതെ ഞാൻ പറയുള്ളൂ. സാറേ, ആ ശാപത്തിന്റെ 2 ലക്ഷം രൂപ പെങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു ബാങ്കിൽ നിന്ന്. ഏത് വകുപ്പില്? ഈ ATM കാർഡിന്റെ ഇല്ലേ ഇൻഷുറൻസ്. അപ്പൊ അതാണ് അല്ലേ. ഈ ഭർത്താവിന്റെ പേരിലുള്ള സ്ഥിര നിക്ഷേപത്തിന്റെ രേഖകൾ ഉണ്ട്, പാസ്ബുക്ക് ഉണ്ട്. പാസ്ബുക്ക് ഉണ്ട്. പുള്ളി ഒരു പാചക തൊഴിലാളിയായിരുന്നു സാറേ. മരത്തിന്റെ കൊണ്ട് പാചകം ചെയ്യാൻ കയറി? ഇല്ല, നല്ല പേരുള്ള പാചകക്കാരനാണ്. ആഹാ, എന്തെങ്കിലും ഉണ്ടോ സാറേ? ഉണ്ട്. പേരും ഉണ്ട്, അഡ്രസ്സും ഉണ്ട്, അക്കൗണ്ട് നമ്പറും ഉണ്ട്. ബാക്കിയെല്ലാം ശൂന്യം. ഇതിന്നൊന്നും എടുക്കില്ല കേട്ടാ സാർ. അത് പുള്ളി കുറെ നാളായിട്ട് ഉപയോഗിക്കണില്ലല്ലോ. അത് പാസ്ബുക്ക് പൂത്തിരുന്നിട്ടപ്പോ എനിക്ക് മനസ്സിലായി. അല്ല സാറേ, ഞങ്ങള് വന്നതേ ഈ ATM കാർഡിന്റെ ഒരു ഇൻഷുറൻസ് ഉണ്ടല്ലോ, ഇൻഷുറൻസ്. അത് 2 ലക്ഷം കിട്ടുമെന്ന് അണ്ണാച്ചി പറഞ്ഞായിരുന്നു. അണ്ണാച്ചി ഏത് ബാങ്കിലെ? ബാങ്കിലല്ല, ചൊവ്വാഴ്ചക്കാരനായി വീട്ടില് പലിശക്ക്. ഇത് കിട്ടിയിട്ട് വേണം അയാൾക്ക് കൊടുക്കാൻ. അത് ഇൻഷുറൻസ് കിട്ടും, പക്ഷേ അതിന് നിങ്ങൾ കുറച്ച് സംഭവങ്ങളൊക്കെ എനിക്ക് തരേണ്ടി വരും. അത് തരാം സാറേ, ചക്ക കൊണ്ടുവന്ന് തരാം. ചക്ക എനിക്ക് തരണം, അത് എനിക്ക്. ഇത് ബാങ്കിന് കൊടുക്കാൻ കുറച്ച് സംഭവങ്ങളുണ്ട്, കുറച്ച് ഡോക്യുമെന്റ്സ്, പേപ്പേഴ്സ്, അത് കൊണ്ടുവരണം. അപ്പോൾ അതായത് നമ്മുടെ ഈ FIR-ന്റെ കോപ്പി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പിന്നെ ഈ ആംബുലൻസ് കൊണ്ടുപോയില്ലേ, ആംബുലൻസ് ഡ്രൈവർ സൈൻ ചെയ്തൊരു വൗച്ചർ വേണം, പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം, ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ നിങ്ങൾ ഭാര്യയാണ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ നമ്മുടെ ATM കാർഡ് വേണം. ഇതെല്ലാം കൂടി ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് തരുമ്പോൾ ഞാനത് മാനേജർക്ക് കൊടുക്കുന്നു, മാനേജർ നിങ്ങൾക്ക് പൈസ തരുന്നു കേട്ടാ.